ഹലോ ഗൈസ്, എൻ്റെ ചാനലിൽ ഞാൻ ഒരു 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ലാണ്ടിരിക്കാം. പക്ഷേ ഞാൻ ഈ ചെയ്യാൻ പോകുന്ന 3ാമത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഞാൻ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോയിലായാലും 2ാമത്തെ വീഡിയോയിലായാലും അത് തന്നെയാണ്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ ടോപ്പിക്കാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടാവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ടാവാം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ശരിയാവാത്തൊരു സിറ്റുവേഷൻ ആവാം, എന്തോ ആയിക്കോട്ടെ. ഈ സിറ്റുവേഷനിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിന്റെ പകുതിയിലെത്തിയവരായിരിക്കാം, അല്ലെങ്കിൽ ജീവിതം തുടങ്ങിയിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയവരായിരിക്കാം. ആരോടാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താറല്ലേ ചെയ്യുക. നിങ്ങൾക്കൊന്നിനും പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇന്ന കാര്യം അറിയില്ല, ഞാൻ ഇന്ന കഴിവില്ലാത്ത ആളാണ്, അങ്ങനെയല്ലേ നമ്മൾ പറയാ നമ്മുടെ മനസ്സിനോട്. നമ്മുടെ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും അതിനകത്ത്. എപ്പോഴെങ്കിലും നമ്മൾ സെൽഫ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ടോ? സ്വന്തമായി അഭിനന്ദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മുടെ മനസ്സ് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ചാണ് പെരുമാറുന്നത്. നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ തെറ്റുകൾ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. വിരാട് കോഹ്ലി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഒരു പയ്യൻ വിരാട് കോഹ്ലിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദ മെസ്സേജ്, അല്ലെങ്കിൽ എനിക്ക് തരാനുള്ളൊരു മെസ്സേജ് എന്താണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഫെയിലിയർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഹിസ് ലൈഫ്. തോൽവിയായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം. വിജയിക്കുക എന്നത് അയാളുടെ ഈഗോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഈയിടെ അമിതാഭ് ബച്ചൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബയോഗ്രഫി കേൾക്കുകയുണ്ടായി. ഞാനൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പ്രശ്നങ്ങളിലൂടെയാണ് അദ്ദേഹമൊക്കെ കടന്നു പോയേക്കുന്നത്. ഒരു ടോപ്പ് ലെവൽ ആക്ടറിൽ നിന്ന് താഴോട്ട് വന്ന് നമ്മൾ വിചാരിക്കും, ഇത്ര വലിയ ആക്ടർ എന്തുകൊണ്ട് കോൻ ബനേഗ ക്രോർപതി എന്നൊരു പരിപാടിയിൽ വന്നിരിക്കുന്നു, ആ ചാനലിന്റെ മഹിമയായിരിക്കും എന്ന് വിചാരിക്കാം. 90 കോടി കടത്തിലായിരുന്ന അമിതാഭ് ബച്ചൻ ആ ഒരു കടം തീർക്കാൻ വേണ്ടി, ആ ഒരു സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് ആ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തത്. നിങ്ങൾക്കറിയാമോ, ഈവൻ അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരാൾ MP ആയിരുന്നു, മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു കുറച്ച് നാൾ. എന്നിട്ട് ലണ്ടനിലെ ഏതോ ഒരു കമ്പനിയിൽ ആയിട്ട് എന്തോ ഒരു കോഴക്കേസോ എന്തോ ഒരു കേസിൽ രാജ്യദ്രോഹി എന്ന് വരെ കുറ്റം ചാർത്തിയിട്ടുണ്ട് ഈ അമിതാഭ് ബച്ചൻ്റെ മുകളിൽ. നമുക്കറിയാത്ത പല പ്രശ്നങ്ങളുണ്ട് ഈ വലിയ ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ. അവരെങ്ങനെയാണ് ആ ഒരു ജീവിതത്തിലേക്ക് എത്തിയതെന്ന്. എല്ലാവരും പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് എത്തിയേക്കുന്നത്. എലോൺ മസ്കിനെ തന്നെ എടുത്താലും നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പന്നനായി കാണുന്നു, വിജയിച്ച് കാണുന്നത് അയാളെയല്ലേ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി 3 പ്രാവശ്യം ആ മിസൈൽ വിക്ഷേപിക്കുന്നതിൽ തോറ്റ ഒരാളാണ് അദ്ദേഹം. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അയാളുടെ ഒരു മനസ്ഥിതി. വെറും ഒരു പരീക്ഷയിൽ തോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു എക്സാമിൽ തോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാണ്ടാവുമ്പോഴേക്കും സൂയിസൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിപ്രഷനിലോട്ട് പോകാനും പോകുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരം വരെ ബാങ്ക്റപ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ഈസ് ലൈക്ക് എ സൈൻ വേവ്. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. അതിന് ഉയർച്ചകളിലായാലും താഴ്ചകളിലായാലും സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പൃഥ്വിരാജ് പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ അതിൽ സസ്റ്റെയിൻ ചെയ്യുക, അതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും എഫേർട്ട് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളായാലും ശരി, ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ സ്വയമായിട്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. സെൽഫ് അപ്രിസിയേഷൻ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് അത് സാധിക്കുമെന്ന് വിശ്വസിക്കുക. എന്തിനാണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കണേ? ബൈബിളിലൊരു വചനമുണ്ട്, നീ ഉത്കണ്ഠാകുലനാവുന്നത് കൊണ്ട് നിനക്ക് ആയുസിന്റെ ഒരു മുഴമെങ്കിലും നീട്ടാൻ പറ്റുമോ എന്ന്. പറ്റില്ല. ആസ് പെർ സയൻസ് നമ്മൾ എന്തോരം ടെൻഷൻ അടിക്കുന്നോ അത് നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസിനെ തന്നെ ബാധിക്കാനായിട്ടും രോഗങ്ങൾ വരാൻ വരെ ചാൻസ് ഉണ്ട്. ടെൻഷൻ അടിച്ചും സ്ട്രെസ് അടിച്ചും വലിഞ്ഞു മുറുകിയൊരു ജീവിതം, അതാണോ ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മളിൽ ഭൂരിഭാഗം പേര് ആഗ്രഹിക്കുന്നത് അതായിരിക്കില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അതാണ്. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നു? ജീവിതത്തെ പറ്റി നമുക്ക് തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വഴി മാത്രമായിരിക്കണം ബാക്കിയുള്ള കഷ്ടപ്പാടുകളല്ല. അല്ലാതെ കഷ്ടപ്പെട്ട് ഏറ്റവും ലാസ്റ്റ് സന്തോഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് ചെയ്തു പോയി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം സംഭവിച്ചു. തെറ്റുകൾ ആർക്കും പറ്റാം. എല്ലാവർക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. തെറ്റുകൾ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എന്നാലാണ് നമുക്കങ്ങനെ മുന്നേറാനായിട്ടുള്ളൊരു ഇത് വരുള്ളൂ. ഫേസ്ബുക്കിന്റെ ഫൗണ്ടറായ മാർക്ക് സക്കർബർഗ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രീഡം ടു ഫെയിലിയർ. നമുക്ക് തോൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക.
തോൽക്കാൻ ഒരിക്കലും മടിക്കരുത്. നമ്മളത് ചെയ്യുന്നുണ്ട് എന്നതിനുള്ളൊരു ഒരു ഹിന്റാണത്. നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എന്നതിനുള്ളൊരു ഹിന്റാണത്. നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കണ്ടിന്യൂസ് എഫേർട്ട് ഇടാം എന്ന് വിചാരിച്ചാൽ നമ്മളെ തന്നെ കുറച്ച് കാണരുത് ഒരിക്കലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ സന്തോഷിച്ചിട്ടുണ്ടോ? എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? അതേസമയം എനിക്ക് അതില്ല, ഇതില്ല എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം എത്ര രീതിയിൽ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ തന്നെ. എനിക്കതില്ല, എനിക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരും നമുക്കുള്ളതിൽ തൃപ്തരല്ല. നമുക്കുള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കുക. നമുക്ക് എന്തുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടുപിടിക്കാൻ പഠിക്കുക. എനിക്കിതുണ്ട്, എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് രാവിലെ ഭക്ഷണമുണ്ട്, എനിക്ക് ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല. ഒന്ന് നേരം ഇരുട്ടി വെളുക്കാൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പേടി കൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? എനിക്ക് നാളെയും കൂടി ഒന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഈയിടയ്ക്ക് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടൊരു കാര്യമാണത്. ഒരു വലിയ ഗേറ്റ് ആസ്പിറന്റ് ആയിരുന്നു അയാൾ, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ആസ്പിറന്റ് ആയിരുന്നു അയാൾ. ഭയങ്കരമായി അയാളെ തന്നെ പ്രഷറൈസ് ചെയ്ത് ഇങ്ങനെ ഒരു എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഒരു ഇതും ഇല്ലാണ്ട് പ്രിപ്പറേഷൻ. ഇതിനിടയ്ക്ക് അയാൾക്ക് ഒരു യാത്ര ചെയ്യേണ്ട വന്നു. ആ യാത്ര ചെയ്യേണ്ട വന്നപ്പോഴാണ് പുള്ളിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നത്. അപ്പൊ അയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അയാളോട് പറഞ്ഞു, ജീവിക്കും എന്ന് ഉറപ്പില്ല, 1000 പേരിൽ ഒരാൾക്ക് വന്നൊരു അസുഖമാണ് തനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ അയാൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് അത് കേട്ടപ്പോൾ ഞാൻ അടിച്ച സ്ട്രെസ്സും ഞാനൊരു പരാജയമായിരുന്നു എന്നുള്ളൊരു തോൽവിയും ഒരു തോന്നലും എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് മാറിയത്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചാൽ മതി. എൻ്റെ താഴെ എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ എൻ്റെ താഴെ എന്നേക്കാളും കഴിവില്ലാത്തവരും അതുപോലെ തന്നെ എൻ്റെ ഒരു റേഞ്ചിലെത്താത്തവരും ഇവരോടൊക്കെ അസൂയ തോന്നിയൊരു നിമിഷമാണെന്ന് അയാൾ പറയുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ജീവിക്കാൻ ഇനിയും സമയമുണ്ട്, എനിക്ക് അതില്ല. പക്ഷെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അയാൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ ആ യൂട്യൂബ് വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്, ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്. അതാണ് അയാൾ ആ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും സ്ട്രെസ്സും ടെൻഷനും ഇതെല്ലാം ചെയ്ത് ഞാനൊരു ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എന്നോട് തന്നെ ഹാർഡായി, എന്നെ തന്നെ ഇതായി, ഞാൻ ഡിപ്രഷനിലായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു നിമിഷം കൊണ്ടാണ് അത് മാറിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാ, ലീവ് ഇറ്റ്, അല്ലെങ്കിൽ ലീവ് യുവർ ലൈഫ് ബിഫോർ ഇറ്റ് എക്സ്പയർസ്. സന്തോഷമായിട്ടിരിക്കുക എല്ലാ കാര്യത്തിലും. എല്ലാ ദിവസവും ഈ മോട്ടിവേഷണൽ വീഡിയോസും അതും ഇതും മറ്റേതും മറിച്ചതും, ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്, ബി ദ 1%, അങ്ങനെയൊന്നല്ല. യുവർ എ ഹ്യൂമൻ ബീങ്. മനസ്സിലാക്കാതെ നിങ്ങളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് സ്നേഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓക്കെയാണ്. പിന്നെ നമ്മുടെ നിത്യചെലവുകൾ കഴിഞ്ഞു പോകാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ള ഒരു പൈസയും അതുണ്ടെങ്കിൽ മനുഷ്യൻ സന്തുഷ്ടനാണ്. പക്ഷെ ആരും സന്തുഷ്ടരല്ല. എല്ലാവർക്കും ആർത്തിയാണ്, ഇനിയും വേണം. ഒരു ജീവിതമുള്ളൂ നമുക്ക്. അത് ആഘോഷിച്ച് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എത്ര പേർക്ക് അത് ഒരു നല്ലതായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ട് തോന്നുന്നു എനിക്കറിയില്ല. നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഈ സിറ്റുവേഷൻ ഏതായാലും, പണ്ടൊരു ചക്രവർത്തി അയാളെയും കൊണ്ട് ഒരു പണ്ഡിതനെ കൊണ്ട് ചുവരിൽ എഴുതിച്ച ഒരു സന്ദേശം പോലെ, സന്തോഷമുള്ളവൻ കണ്ടാൽ സങ്കടമുള്ളവൻ കണ്ടാൽ സന്തോഷമാവണം എന്ന് പറഞ്ഞ വാചകം ഈ സമയവും കടന്നു പോകും. അതിൽ വിശ്വസിക്കുക. സന്തോഷിക്കുന്നവരോടായാലും ശരി, സങ്കടപ്പെടുന്നവരോടായാലും ശരി, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഈ സമയവും കടന്നു പോകും.